ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു പെൻ പാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ. ആർക്കാണെന്നില്ലേ, നമ്മൾ സ്വന്തം ടൈനി ടച്ച് ക്രിയേഷൻ. മനസ്സിലായില്ല എന്ന് തോന്നുന്നു, അത് നമ്മൾ മിസ്സിരിയാണ് കേട്ടോ. അപ്പോൾ അവൾക്കാണ് ഞാൻ ഓൾറെഡി അയച്ചത്. അപ്പോൾ എനിക്കത് തിരിച്ചു ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ഒന്നല്ല, നമ്മൾ അടിപൊളിയായിട്ടുള്ള കുറേ സാധനങ്ങൾ എനിക്കതിലുണ്ടായിരുന്നു. ഈ ഒരു നോട്ട് പാഡൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഓൾറെഡി ഞാൻ ഇതുപോലത്തെ ഒരെണ്ണം അവൾക്ക് അയച്ചിട്ടുണ്ടായി. അവൾ അതുപോലെ തന്നെ എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെ അയച്ചെന്നുണ്ടത് കാണണമെന്നുണ്ടെങ്കിൽ അവളുടെ ചാനൽ നോക്കിയാൽ മതി കേട്ടോ. പേര് മറക്കണ്ട, ടൈനി ടച്ച് ക്രിയേഷൻസ് കേട്ടോ. അപ്പോൾ അവളെ നോക്കിയാൽ മതി, ഞാൻ അതിലുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ കുറച്ച് പീലിംഗ് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. പീൽ ചെയ്തൊട്ടിക്കാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സ്, പിന്നെ കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ ഉണ്ട്. ഈ ഒരു ബുഷ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു ബുഷായിരുന്നു. പിന്നെ ഈ ചെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ചെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരു ചെയിൻ ഓൾറെഡി ഇങ്ങനത്തെ ഉണ്ടായി. അത് പൊട്ടിപ്പോയപ്പം ഞാൻ വിചാരിച്ചാൽ മേടിക്കണമെന്ന്. പിന്നെ കുറച്ച് ബോയൊക്കെ ഉണ്ടായി. അവൾക്ക് ബോ ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് കുറച്ച് ബോയൊക്കെ ഉണ്ടായി. പിന്നെ കവാ സ്റ്റിക്കർ, അത് എവിടെ ആയിരുന്നു ഞങ്ങൾ മെയിനായതുകൊണ്ട് കവാ സ്റ്റിക്കർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടോ. ഞാനും ഇതുമാതിരി 2-3 അയച്ചിട്ടുണ്ടായി. ഇത് കഴിഞ്ഞിട്ടാണ്ടോ പ്രിൻറ്റഡിൻ്റെ മേളം വരുന്നു. പ്രിൻറ്റഡ് സ്റ്റിക്കേഴ്സ് കുറേ ഉണ്ടായിട്ടോ. അപ്പോൾ അവളുടെ വീഡിയോയിലാണ് ഞാൻ പ്രിൻ്റ് എടുക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പോൾ തന്നെ ഞാനും 2-3 പിക്ചേഴ്സൊക്കെ പിൻട്രസ്റ്റിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാനും പ്രിൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി പ്രിൻ്റ് എടുക്കല്. പക്ഷേ ഇവൾ കുറേ ആയിട്ടൊന്നും കൊണ്ട് തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് ശരിക്കും പെൻ പാൽ ചെയ്യണത് അറിയാത്ത ആൾക്കാർക്കാണ് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മളെന്താ അറിയുന്ന ആൾക്കാർ ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ പച്ച പെന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു കാപ്പിയും എനിക്ക് അവൾ തന്നിട്ടുണ്ടായി. കുറേയെന്ന് വെച്ചാൽ പറഞ്ഞു തീരാത്തത്തെ അത്രയും പ്രിൻ്റഡ് പേപ്പേഴ്സ് കുറേ ഉണ്ടായിട്ടോ. കുറേ സ്റ്റിക്കേഴ്സ് അതുപോലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ കുറച്ച് പേപ്പർ ക്ലിപ്സ് കിട്ടിയിട്ടുണ്ടായി. ഉള്ളിലൊക്കെ വീണ് കിടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഡയറി ഇത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളിയായിട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അവൾക്ക് കുറച്ച് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കലും അടിപൊളിയായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരു മൂമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞില്ലേ പേപ്പർ ക്ലിപ്പ് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഉള്ളിൽ ജസ്റ്റ് വീണ് കിടക്കണ്ടായി. അപ്പോൾ ഞാനതൊക്കെ പറക്കിയെടുത്തു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. പിന്നെ മൂമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതുണ്ടായി കേട്ടോ. ലെറ്റർ മാതിരിയാണെന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ അതിൽ അൺബോക്സ് ചെയ്തപ്പോൾ എനിക്ക് അതിൽ ലെറ്ററും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും കിട്ടിയിട്ടുണ്ടായി. ലെറ്റർ ഞാൻ കാണിക്കുന്നില്ല, കാരണം വേറെ എന്തിനാ, നമ്മൾ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി അയച്ചിട്ടുണ്ടായിട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. പിന്നെ അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസും ഉണ്ടായി. ക്വസ്റ്റ്യൻസ് ചെറിയ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ പറഞ്ഞു നോക്കിയപ്പോൾ ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഇത്രയായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള കുറേ സാധനങ്ങൾ എനിക്ക് അയച്ചിട്ടുണ്ടായി. ലെറ്റർ, പെന്ന്, കുറേ ബോ, അങ്ങനെ കുറേ സാധനങ്ങൾ. അത് കുറേ പറഞ്ഞ് തീരാത്ത അത്രയും സാധനങ്ങൾ എനിക്ക് അതിലുണ്ടായിരുന്നു. കവാ സ്റ്റിക്കർ എന്താണെന്ന് വെച്ചാൽ ഒന്നും എനിക്ക് പറയാനില്ല. ഡയറി, നോട്ട് പാഡ്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല പ്രിൻ്റഡ് എന്ന് വെച്ചാൽ പ്രിൻ്റഡിൻ്റെ മേളമായിരുന്നു. അത്രയും പ്രിൻ്റഡ് ഉണ്ടായി. പ്രിൻ്റഡ് പിക്ചേഴ്സ് ആയിരുന്നു കേട്ടോ മൊത്തത്തിൽ. ഞാൻ എനിക്ക് പ്രിൻ്റഡായിട്ട് അധികം ഉണ്ടായിരുന്നുണ്ടായില്ല. പിന്നെ ഈ ചെയിൻ ഞാനൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായി. ഈ ചെയിൻ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പൊട്ടിച്ച് നോക്കിയിട്ടൊന്ന് തലേന്നൊക്കെ ഒരു കാര്യത്തിലൊക്കെ ഒന്ന് ഇട്ട് നോക്കി. നല്ല രസമുണ്ടായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. നല്ല ക്യൂട്ടല്ല, എസ്തറ്റിക് മാതിരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. കുറേ സാധനം വെച്ചാൽ അത്യാവശ്യം കുറേ സാധനങ്ങൾ എനിക്ക് അവൾ അയച്ചിട്ടുണ്ടായി കേട്ടോ. എനിക്ക് 2-3 സാധനങ്ങൾ ഞാൻ അയച്ചിട്ടുണ്ടായില്ല. 2-3 സാധനങ്ങൾക്ക് വെക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, കാരണം ഇത് ശരിയായിട്ടുണ്ടായില്ല. പിന്നെ ഈ ക്ലിപ്സ് കേട്ടോ, ഇത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായില്ല, തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ ഈ ക്ലിപ്പിൻ്റെ കാര്യം. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല ക്ലിപ്പുണ്ട്. കൂട്ടെന്ന് പറയാൻ കാരണം നല്ല അത്യാവശ്യം ക്യൂട്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ആ പീലിംഗ് സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, അതായിരുന്നു. അപ്പം ഞാൻ ചെറുതിട്ടൊന്ന് പീൽ ചെയ്ത് നോക്കി. അതേ ഗൈസ്, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പീലിംഗ് സ്റ്റിക്കേഴ്സ് ആണെന്ന് തന്നെ. അപ്പം ഞാൻ അതെടുത്തൊന്ന് ഒട്ടിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിട്ടോ. നല്ലൊരു അടിപൊളിയായിരുന്നു. പിന്നെ ഓൾറെഡി ഇതിൻ്റെ മുമ്പ് ഈ ഷിപ്പിംഗ് ഒക്കെ ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ആ പെട്ടിക്കൊക്കെ കുറച്ച് തകരാറൊക്കെ ഉണ്ടായി. അപ്പോൾ ഓൾറെഡി അതിൻ്റെ മുകളിലൊരു കവറൊക്കെ ഉണ്ടായിട്ടോ. അതൊക്കെ ഞാൻ ഇതാക്കിയാണ്. ഈ ഒരു പച്ചപ്പെന്നാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊക്കെയിപ്പോൾ ബ്ലൂ ജെൽ പെന്നാണ് കേട്ടോ. എനിക്ക് ഈ ജെൽ പെന്നോടൊക്കെ ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് അതുണ്ടായി. പിന്നെ അതിൻ്റെ കൂടെ ഈ ബ്രൗൺ പെന്ന്, അതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. പേപ്പർ ക്ലിപ്സും ഉണ്ടായിട്ടോ. ഇത് എൻ്റെ കയ്യിൽ കുറച്ചധികം ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ നമ്മൾ കുഞ്ഞായിട്ടുള്ള ബുഷില്ലേ, ഞാനത് മോതിരമൊന്നും പറഞ്ഞാൽ ആദ്യം എടുത്തു വിട്ടു. പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു ബുഷാണെന്ന്. എന്താണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറേ പാറ്റേൺ പേപ്പേഴ്സ് ആൻഡ് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായി. സ്റ്റിക്കേഴ്സ് മീൻസ് പ്രിൻ്റ് എടുക്കുന്നതൊക്കെ അങ്ങനെ കുറേ ഉണ്ടായി. ഇതിൽ 2-3 ഞാൻ അവൾക്ക് അയച്ചിട്ടുണ്ടായിട്ട് ഓൾറെഡി. ഇതുപോലെ തന്നെയായിരുന്നു അയച്ചത്. അത് തന്നെ 2-3 എനിക്ക് തിരിച്ച് അയച്ചിട്ടുണ്ട്. പിന്നെ സിനിമ റോളിൻ്റെ ഒരു പിക്ചർ ആൻഡ് ഒരു ബട്ടർഫ്ലൈ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കിതെല്ലാം ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ പെൻ പാലൊക്കെ അറിയാത്തവരാരെ
അറിയണവരൊക്കെ ചെയ്ത് നോക്കും, നല്ല അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. ടോട്ടലി കണ്ടോ, ഈ ഒരു ബ്രൗൺ പെന്നാണ് പറഞ്ഞത്, ഇത് കോഫി പെന്നാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോഫി പെന്ന്. ഞാനത് മേടിക്കാനും വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്കിത് കിട്ടിയ. ആൻഡ് നല്ല അടിപൊളി ബ്ലാക്ക് ജെല്ലും അതുപോലെ തന്നെ ബ്ലൂ ജെല്ലും അങ്ങനെയാണ് പറയാം. നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ കയ്യിലെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും എനിക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ എന്താ ഈ പറഞ്ഞ പോലെ തന്നെ ഈ അടിപൊളിയായിട്ടുള്ളതാ പെന്നും ക്യൂട്ടായിട്ടുള്ള ഒന്നും പറയാനില്ല, അത്രയും അടിപൊളിയായിട്ടുള്ള കുറേ സാധനങ്ങൾ എനിക്ക് അവൾ അയച്ചിട്ടുണ്ടായി. ഈ പെന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടോ. കാരണം ഇത്രയും സാധനങ്ങൾ എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല റേറ്റല്ല, നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ പിന്നെ അധികം നല്ലൊരു കാര്യമാണ്. എനിക്ക് എനിക്ക് മേടിക്കാനെക്കാട്ടും ഇഷ്ടം ഈ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. എൻ്റെ കയ്യിൽ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയി പോയത്. അപ്പോൾ ഇത്ര ഉള്ളൂടെ വീഡിയോ, ഇത്ര സാധനം എനിക്ക് അയച്ചിട്ടുണ്ടായി. അപ്പോൾ ഇത്ര ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.